മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷമുള്ള 28 ദിവസത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ശബരിമലയിലെ വരുമാനത്തിൽ കുറവ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ സീസണേക്കാൾ 20 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 28 ദിവസത്തെ കണക്ക് പ്രകാരം 134 കോടി 44,90,495 രൂപയാണ് ആകെ വരുമാനം. കഴിഞ്ഞ വർഷം ഇത് 154 കോടി 77,97,005 രൂപയായിരുന്നു. 20 കോടിയിൽ പരം രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. കാണിക്ക വരുമാനം കഴിഞ്ഞ വർഷം ഈ ദിവസങ്ങളിൽ 46 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത്തവണ അത് 41 കോടി രൂപയാണ്. അരവണ വിൽപ്പനയിൽ 11 കോടിയുടെയും അപ്പം വിൽപ്പനയിൽ 45 ലക്ഷത്തോളം രൂപയുടെയും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ എണ്ണത്തിലും 1.5 ലക്ഷത്തിന്റെ കുറവുണ്ടായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 28 ദിവസം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ ഇപ്രാവശ്യം 134 കോടി 44,90,495 495 ഈ വർഷത്തെ നമ്മുടെ ആകെ വരുമാനം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം 154,77,97,005 20 കോടിയിൽ സംതിങ്ങിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അരവണയുടെ കണക്ക് പറയാം, അതാണല്ലോ പ്രധാനപ്പെട്ട വരുമാനം. അരവണ ഈ വർഷം നമുക്ക് 61 കോടി 91,32,20,000. കഴിഞ്ഞ പ്രാവശ്യം അരവണയുടെ വിൽപ്പന ഇതേ സമയം 28 ദിവസം പൂർത്തിയായപ്പോൾ 73 കോടി 75,46,670. ഇനി അപ്പത്തിൻ്റെ കണക്കിലേക്ക് വന്നാൽ 8 കോടി 99,05,545. കഴിഞ്ഞ പ്രാവശ്യം 9 കോടി 43,54,875. ഇന്നലെ വരെ 17,56,730 ഭക്തരാണ് സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത്. കോവിഡും പ്രളയവും കാരണം മുൻവർഷങ്ങളിൽ ഭക്തർക്ക് എത്താൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ വർഷം അവർ കൂട്ടത്തോടെ എത്തിയതാണ് വരുമാനം വർദ്ധിക്കാൻ ഇടയായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഇത്തവണ തമിഴ്നാട്ടിലുണ്ടായ മഴക്കെടുതിയും പ്രളയവും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ വരവിനെ ബാധിച്ചത് വരുമാനം കുറയാൻ ഇടയായെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.